ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോൻ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ഈ വീഡിയോയിലൂടെ നിങ്ങളെ വീണ്ടും സന്ധിപ്പാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം മനസാന്നിധ്യം കൈവിടാതിരിക്കുക എന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വൈവിധ്യങ്ങളാകുന്ന പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും എല്ലാമാണ് മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്നത്. ഇഹലോകത്തിൽ കടന്നു വരുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും മനസാന്നിധ്യം നഷ്ടപ്പെട്ട് ജീവിതം തകർച്ചയിലായിരിക്കുന്ന അനവധി മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം വിഷയങ്ങളിൽ നിന്നും മാറി നമുക്ക് മറ്റൊരു വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഏതെല്ലാം രാജ്യങ്ങൾ നമ്മൾ ചെന്നപ്പെട്ടാലും ഏതെല്ലാം തുറകളിൽ നമ്മൾ എത്തിച്ചേർന്നാലും ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകേണ്ടത്. ജീവിതത്തിൽ വളരെ അവിചാരിതമായ നിരവധി സംഭവങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടും നിരവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറും. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്, അനുഗ്രഹീതമായ ജീവിതം നയിക്കാൻ കഴിയുന്നത്, സമാധാനമുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നത് മനസാന്നിധ്യം അത് കൈമുതലായി ജീവിതത്തിൽ ഉള്ള ആളുകൾക്കാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ജീവിതം നരകതുല്യമായിരിക്കും, വളരെ സംഘർഷം നിറഞ്ഞതായിരിക്കും, അസമാധാനം നിറഞ്ഞതായിരിക്കും. അത്തരം മനുഷ്യൻ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉളവാക്കാൻ സാധ്യതയുണ്ട്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ജീവിതത്തിൽ മനസാന്നിധ്യമുള്ള വ്യക്തികൾ നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ അനേകർക്ക് അനുഗ്രഹമായിത്തീരും. നാം ഈ ചിന്തയ്ക്ക് അനുയോജ്യമായ ഒരു കുറിവാക്യം വായിക്കുന്നത് 57-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും എന്ന ഒരു തിരുവെഴുത്താണ്. ഈ വാക്കുകൾ ഭക്തനായ ദാവീദ് പറയുമ്പോൾ ഇത് പറയുന്നതിന് പിറകിൽ ഒരു വലിയ സംഭവം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ദാവീദ് ആ കാലഘട്ടത്തിലെ ഇസ്രായേലിൻ്റെ രാജാവായ ശൗലിനെ ഭയന്ന് വനാന്തരങ്ങളിലും ഗുഹരങ്ങളിലുമെല്ലാം അഭയം പ്രാപിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സങ്കീർത്തന രചനയുടെ പശ്ചാത്തലം ഒരുക്കപ്പെടുന്നത്. അങ്ങനെ പ്രാണഭയത്തിൽ ജീവരക്ഷാർത്ഥം താൻ വിവിധ ഇടങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വലിയ വിഷമസന്ധികളെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 4 തുടങ്ങിയുള്ള വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്: എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു, പല്ലുകൾ കുന്തങ്ങളും മൂർച്ചയുള്ള നാവുമുള്ള ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളെയും അപകട സാധ്യതകളെയും ആ വാക്യങ്ങളിൽ താൻ അടയാളപ്പെടുത്തിക്കൊണ്ട് ചില വാക്യങ്ങൾക്ക് താഴെ താൻ ഇങ്ങനെ കുറിക്കുകയാണ്: ഞാൻ എൻ്റെ മനസ്സുറച്ചിരിക്കുകയാണ്. സ്നേഹിതരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഭക്തനായ ദാവീദിന് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന് പാടുവാനായിട്ടും സന്തോഷിക്കുവാനായിട്ട് കഴിഞ്ഞത്? ഇങ്ങനെ ദാവീദ് മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ താളുകൾ പരതിയാൽ ഇത്തരം ജീവിത സംഘർഷകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനവധി മനുഷ്യർ ജീവിതത്തിൽ വളരെ കരുത്തന്മാരായി നിലനിന്നതും ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തതും ആ സമൂഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രങ്ങളായി നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതുമെല്ലാം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കും. മനസാന്നിധ്യം എന്ന വാക്കിൻ്റെ അർത്ഥം സമചിത്തത, അക്ഷോഭ്യത, മനസ്സിൻ്റെ ധൈര്യം ഇത്യാദി വാക്കുകളൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങളായിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ വിവിധ രംഗങ്ങളിലുമെല്ലാം മനസാന്നിധ്യത്തോടുകൂടെ ജീവിതത്തെ നേടിയെടുത്ത, കൈകാര്യം ചെയ്ത, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത നിരവധി മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹവും ജീവിതത്തിൽ വളർന്നു വന്ന പശ്ചാത്തലങ്ങൾ അതികഠിനമായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരം ജീവിതത്തിൽ നിരവധി വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ ഇന്ത്യയുടെ ഏറ്റവും മികവാർന്ന ഒരു ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹം എത്തിച്ചേർന്നു.
നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന മറ്റൊരു വ്യക്തി KR നാരായണൻ, അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ ജീവിത പരിസരങ്ങളിലൂടെ സഞ്ചരിച്ചു പോന്ന ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിലേക്ക് വളരാൻ ആ മനുഷ്യന് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ദൈവവചനത്തിലേക്ക് നോക്കിയാൽ നിരവധി മനുഷ്യരെ നമുക്ക് മനസാന്നിധ്യം നഷ്ടപ്പെട്ട് നല്ല കഴിവുണ്ടായിരുന്നിട്ടും അവർ ജീവിതത്തിൽ മനസാന്നിധ്യം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധിയുടെ മധ്യത്തിൽ തകർന്നടിഞ്ഞു പോകുന്ന വളരെ ദയനീയമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ബൈബിളിൽ ഏശാവ് എന്നൊരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ മനുഷ്യൻ വളരെ അധ്വാനശീലനായ വ്യക്തിയായിരുന്നു. വളരെ നന്നായി അധ്വാനിച്ച് ജീവിക്കാൻ പഠിച്ച ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ ആ മനുഷ്യൻ പരാജയപ്പെടുന്ന ഒരു കഥ നമുക്ക് തിരുവെഴുത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അത്രമാത്രം കഠിനാധ്വാനിയായ മനുഷ്യൻ, പക്ഷേ വിശപ്പ് തന്നെ ഒരു വേള കാർന്നു തിന്നപ്പോൾ ജ്യേഷ്ഠാവകാശം എന്ന മഹനീയമായ അനുഗ്രഹത്തിൻ്റെ സാങ്കത്യത്തെ മറന്നുകൊണ്ട് അതിന് പുല്ലുവില കൽപ്പിച്ച് അതിനെ വിറ്റുകളയുന്ന ഒരു മനുഷ്യനായിട്ട് ഏശാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു: ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തന്മാരായി തീരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തർ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, വിശപ്പിൻ്റെ മുമ്പിൽ മനസാന്നിധ്യം നഷ്ടപ്പെട്ട് ആ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ മനുഷ്യരെ പോലെ നാം ആ വ്യക്തിയെപ്പോലെ നമ്മൾ ഒരിക്കലും ആയിത്തീരരുത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാമാൻ എന്ന ഒരു മന്ത്രിയെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എസ്തേറിന്റെ പുസ്തകത്തിലാണ് ഹാമാൻ എന്ന ആ മന്ത്രിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം വലിയ പദവികളുള്ള മനുഷ്യനാണ്. രാജാവ് കഴിഞ്ഞാൽ ഒരുപക്ഷെ തൊട്ടടുത്ത സ്ഥാനത്തൊക്കെ നിൽക്കുന്ന വലിയ ഉന്നതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ആ കൊട്ടാരത്തിലെ ഒരു സാധാരണ കാവൽക്കാരനായ മൊർദെഖായി തന്നെ വേണ്ടുവണ്ണം നമസ്കരിക്കുന്നില്ല എന്നൊരു ചിന്ത ഹാമാൻ എന്ന മനുഷ്യനെ അടപടലം തകർത്ത് കളയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തി തന്നെ നമസ്കരിക്കുന്നില്ലല്ലോ, തനിക്ക് ആവശ്യമായ ബഹുമാനം അദ്ദേഹം തരുന്നില്ലല്ലോ എന്ന ചിന്ത ആ മനുഷ്യൻ്റെ എല്ലാവിധമായ കാര്യങ്ങളെ തകിടമറിക്കുകയാണ്. ആ ഒരു ചിന്തയിലേക്ക് മാത്രം ഹാമാൻ്റെ ചിന്ത ഒന്ന് മാറി നിൽക്കുകയാണ്. ഈ മൊർദെഖായി എങ്ങനെ ഇല്ലായ്മ ചെയ്യണം, മൊർദെഖായിയെ മാത്രമല്ല ആ മനുഷ്യൻ്റെ സകല വംശത്തെയും കൂടെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരു വൈരനിര്യാതന ബുദ്ധി ഹാമാൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോകെ പോകെ ഈ വൈരനിര്യാതന ബുദ്ധി ഹാമാനെ കൊണ്ടെത്തിച്ചത് വലിയ തകർച്ചയിലേക്കായിരുന്നു. താൻ തന്നെ മൊർദെഖായിയെ ഒടുക്കിക്കളയാൻ വേണ്ടി നിർമ്മിച്ച ആ വലിയ കഴുമരത്തിൽ ഒടുവിൽ ഹാമാൻ തകർന്നടിയുന്ന അതിദാരുണമായ രംഗം നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ ചില നാളുകൾക്ക് മുമ്പ് എത്രയോ ഉന്നതനായി ജീവിച്ച മനുഷ്യൻ, എല്ലാവരുടെയും ബഹുമാനങ്ങൾ ആർജിച്ച മനുഷ്യൻ, നേടിയെടുത്ത മനുഷ്യൻ, ഇപ്പോഴിതാ 50 മുഴം ഉയരമുള്ള കഴുമരത്തിൽ എല്ലാം അവസാനിക്കുന്ന വളരെ ഹൃദയഭേദകമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ഹാമാനെ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്? ഞാൻ എൻ്റെ ചിന്തയുള്ള ബന്ധത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആ മൊർദെഖായി തന്നെ വേണ്ടുവണ്ണം ബഹുമാനിക്കുന്നില്ല എന്ന ചിന്ത ഈ ഹാമാൻ്റെ മനസ്സിൻ്റെ ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞു, മനസാന്നിധ്യത്തെ ചോർത്തിക്കളഞ്ഞു. അത്തരം ജീവിത സാഹചര്യങ്ങളെ സമചിത്തതയോടുകൂടെ നേരിടാനുള്ള കെൽപ്പില്ലാത്ത മനുഷ്യനായി ഈ ഹാമാൻ എന്ന മനുഷ്യൻ മാറിപ്പോകും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആളുകൾ നമ്മളെ വേണ്ടുവണ്ണം പരിഗണിച്ചില്ല എങ്കിൽ അസ്വസ്ഥരായിത്തീരുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആവശ്യത്തിന് ബഹുമാനം ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആവശ്യത്തിന് സ്നേഹം ലഭിക്കുന്നില്ല എന്ന് പരിഭവപ്പെടുകയും പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉളവാക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ജീവിതത്തിൽ നമുക്ക് സമചിത്തത ആവശ്യമാണ്. ജീവിതത്തിൽ നമുക്ക് മനസാന്നിധ്യം ആവശ്യമാണ്. വിവിധങ്ങളായ പ്രതിസന്ധികളെയും ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് മനസാന്നിധ്യം കൂടിയേ തീരൂ. അത് വളരെ ആവശ്യമാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മനസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കൈമുതലായി ഉണ്ടാകേണ്ടെന്ന് ആവശ്യമാണ്. സമചിത്തത നമുക്ക് ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല,
ഈ തകർന്നുപോയ ചില മനസാന്നിധ്യമില്ലാതെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ തകർന്നുപോയ ഒന്ന് രണ്ട് വ്യക്തികൾ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, അതീവ മനസാന്നിധ്യത്തോടുകൂടെ മനസാന്നിധ്യം കൈവിടാതെ ജീവിതത്തിലെ വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ, തകർന്നു പോകാൻ എല്ലാം കൊണ്ട് സാധ്യതയുണ്ടായിരുന്ന, 100% തന്നെ തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ജീവിതത്തിലെ രംഗങ്ങളെ അസാമാന്യമായ മനക്കരുത്ത് കൊണ്ട്, അക്ഷോഭ്യത കൊണ്ട് നേരിട്ട നിരവധി മനുഷ്യരെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. താങ്കൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് എന്ന് ജീവിതത്തിൽ ഈ സന്ദേശത്തിന് മുമ്പായി നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഹന്ന എന്നൊരു വ്യക്തിയെ, ഒരു സഹോദരിയെ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. അവളുടെ ജീവിതത്തിൽ വളരെ സംഘർഷഭരിതമായ ഒരു കുടുംബ സാഹചര്യമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. തനിക്ക് മക്കളില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ താൻ ആ ഭവനത്തിൽ വളരെയേറെ നിന്ദിക്കപ്പെട്ടിരുന്നു. ബഹുഭാര്യത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ മക്കളില്ലാത്തത് വലിയ ഒരു അപരാധമായി കണക്കിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചൊരു സഹോദരിയാണ് ഹന്ന എന്ന് പറയുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായ പെനീനയിൽ നിന്ന് വളരെ അസ്വസ്ഥമാക്കുന്ന നിലയിലുള്ള കുറ്റപ്പെടുത്തലുകളും അത്തരം വാക്കുകളും കേട്ട് നെഞ്ചു നീറിക്കഴിഞ്ഞ ഹന്ന എന്ന സഹോദരി ആ വീട്ടിനെ കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് താൻ വിശ്വസിക്കുന്ന, താൻ പ്രാർത്ഥിക്കുന്ന, താൻ ഉപാസിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ ആ കാലഘട്ടങ്ങളിൽ ആളുകൾ ആരാധനയ്ക്കായി വന്നുകൂടുന്ന ശീലോവിലേക്ക് എല്ലാ വർഷവും പോകുന്ന വേളയിൽ ഈ സഹോദരി ഒരിക്കൽ ഈ വലിയ മാനസിക ദുഃഖം ദൈവസന്നിധിയിൽ ചെന്ന് പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മാനസിക ദുഃഖങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം ഇറക്കി വെച്ചത് തൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന, തൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന, തൻ്റെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന ആ കർത്താവിൻ്റെ അടുക്കലായിരുന്നു താൻ ആശ്വാസത്തിന് വേണ്ടി ആശ്രയിച്ചത്. തൻ്റെ എല്ലാ വേദനകളും താൻ അവിടെ പങ്കുവെച്ചു. ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെട്ടവളായി സമാധാനം പ്രാപിച്ചവളായി അവൾ ജീവിതത്തിൽ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ജീവിതത്തിൽ നമ്മൾ ആ സഹോദരി തിരിച്ചറിയണം, അസാമാന്യമായ മനസാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസിയാണ്. ജീവിതത്തിൽ നമ്മൾക്ക് എത്രത്തോളം മനസാന്നിധ്യമുണ്ട്, ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന നിരവധി വിഷയത്തിൻ്റെ മധ്യത്തിൽ മനസാന്നിധ്യത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് ആർജിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? വർഷങ്ങളുടെ പഴക്കം ആത്മീയതയിൽ അവകാശപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? ജീവിതത്തെ, ആ ഭവനത്തെ കൂടുതലും പ്രതിസന്ധിയിലേക്ക് ആക്കുന്നതാണോ, കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതാണോ എന്ന് നാം പരിശോധിക്കണം. രൂത്ത് എന്ന ഒരു സഹോദരിയെ നമുക്ക് കാണാൻ സാധിക്കും. മോവാബിലേക്ക് വാസത്തിന് വേണ്ടി കടന്നുപോയ നവോമിയുടെ മരുമകളായി അവിടെ നിന്ന് നവോമിയുടെ കൂടെ കൂടിയ രൂത്ത് എന്ന ദൈവദാസി. ആ കർത്താവിൻ്റെ ദാസി തൻ്റെ നവോമിയുടെ മറ്റൊരു മരുമകളായ ഓർപ്പ നവോമിയെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോവാബിലേക്ക് തൻ്റെ ജനത്തിൻ്റെയും ദൈവന്മാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ തികച്ചും നവോമിയോട് വലിയ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നവോമിയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന രൂത്ത് എന്ന അനുഗ്രഹിക്കപ്പെട്ട യുവതിയെ നമ്മളവിടെ കാണുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് അവൾക്ക് യാതൊരു വകയുണ്ടായിരുന്നില്ലെങ്കിലും, ജീവിതത്തിൽ ഇനിയൊരു നല്ല ഭാവി ഉണ്ടാകുമോ എന്ന ഒരു തീർച്ച അവൾക്കുണ്ടായിരുന്നില്ലെങ്കിലും, അവളുടെ വിശ്വാസം വളരെ പ്രസിദ്ധമായിരുന്നു. അഭിനന്ദിക്കപ്പെടേണ്ടുന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ യഹൂദയിലേക്ക് കടന്നു വന്ന് അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ജീവിതത്തിലെ ക്ലേശം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ വളരെ അധ്വാനശീലയായി ആ സഹോദരി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ തനിക്ക് നേരിടേണ്ടി വന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും മനക്കരുത്തോടുകൂടി അതിജീവിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസി, ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസി, തൻ്റെ അമ്മായിയമ്മയായ നവോമിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസി, ആ ദൈവദാസി മനസാന്നിധ്യം കൊണ്ടും ദൈവാശ്രയം കൊണ്ടും ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ തന്നെയാണ് അവിടെ കൊയ്തെടുക്കാനിടയായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, എസ്തേറിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ആ സമൂഹമെല്ലാം വലിയ പ്രയാസങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ ചക്രവർത്തിയുടെ മുമ്പിൽ
നിൽക്കാനുള്ള അവകാശം ലഭിക്കാതിരിക്കുമ്പോൾ തന്നെ എല്ലാ ജനങ്ങളെയും കൂട്ടി ഉപവസിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് എസ്തേറടക്കം ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന് മുഖം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന എസ്തേറിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ എസ്തേർ എന്ന ആ കർത്താവിൻ്റെ ദാസിയുടെ മനോധൈര്യം അഭിനന്ദിക്കപ്പെടേണ്ടതാണ്, മനക്കരുത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്, അക്ഷോഭ്യത അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അത്തരം ജീവിത സാഹചര്യങ്ങളെ അത് വളരെ തന്മയത്വത്തോടെ പ്രത്യുൽപ്പന്ന മതിത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള അവളുടെ കഴിവിനെ നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ ദാസി ജീവിതത്തെ നേടിയെടുക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ആ സമൂഹത്തിൻ്റെ ഇടയിൽ ആ കർത്താവിൻ്റെ ദാസി പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മനസാന്നിധ്യത്തോടുകൂടെ അത് എൻ്റെ ജീവിതം നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന വലിയ ധീരോദാത്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ ദാസി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തിരുവെഴുത്തിൽ കർത്താവിൻ്റെ ദാസന്മാരായ നിരവധി മനുഷ്യരെ നമുക്ക് ഈ മനസാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളായി നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ പ്രയാസങ്ങൾ ദുരിതങ്ങൾ വേട്ടയാടിയ ഇയ്യോബ് എന്ന അനുഗ്രഹീതനായ മനുഷ്യൻ പഴയ നിയമത്തിൽ ഏറ്റവും തലയെടുപ്പോടുകൂടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം തകർന്നടിഞ്ഞ് ശൂന്യതയുടെ ഒരു ഗ്രൗണ്ട് സീറോ ലെവലിലേക്ക് എത്തുന്ന വളരെ ദുഃഖകരമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആശ്വാസത്തിൻ്റെ വാക്കുകൾ തനിക്ക് ആരിൽ നിന്ന് കേൾക്കുവാൻ കഴിയില്ല. വലിയ ദുഃഖങ്ങളിലൂടെ നിരവധി ദിവസങ്ങൾ തനിക്ക് കടന്നു പോകേണ്ടി വന്നു. തന്നോട് എപ്പോഴും തക്ക തുണയായിരിക്കേണ്ടെന്ന തൻ്റെ ഭാര്യയിൽ നിന്ന് പോലും ആശ്വാസത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്ത ജീവിത പരിസരങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ശരീരം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും, എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ കർത്താവിനെ കാണുമെന്നുള്ള ആ മനോധൈര്യം നമ്മൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ മനക്കരുത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ആ പരീക്ഷാ പർവ്വങ്ങളെ നേരിടാൻ താൻ കാണിച്ച മനോധൈര്യം എത്രത്തോളം വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു പൊങ്ങുമ്പോൾ, ചെറിയ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ചില ചെറിയ രോഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? എല്ലാ മനോധൈര്യവും വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്ന മനുഷ്യരെ പോലെ നമ്മളായിത്തീരാറുണ്ടോ? എന്നാൽ യോബ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നു. യോബിനെ പോലെ അസാമാന്യമായ മനക്കരുത്തോടുകൂടെ ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളികളെ തരണം ചെയ്യാനായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ ദാസൻ നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെ ജീവിതവും പൗലോസിൻ്റെയൊക്കെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മനുഷ്യരെല്ലാം അസാമാന്യമായ മനക്കരുത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലുള്ള അതേ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും നിങ്ങളോട് കൂടെ കർത്താവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ വളരെ ഉറപ്പോടെ കരുത്തോടുകൂടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവും മനസാന്നിധ്യത്തിൻ്റെ പ്രതീകമായി ആരൂപമായി തന്നെ നിൽക്കുന്നത് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിന് നേരത്തെ കടന്നു വന്ന എല്ലാ പരിശോധനയുടെ പരീക്ഷകളുടെയും മധ്യത്തിൽ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ താൻ എന്തിനു വേണ്ടിയാണ് പിതാവിന് അയക്കപ്പെട്ടത് എന്ന് മറന്നുപോകാതെ അത്തരം പരീക്ഷണങ്ങളെയെല്ലാം വിജയിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ മനസ്സ് ഇടറിപ്പോകാം, മനസ്സ് ക്ഷീണിച്ചു പോകാം. ഇത്തരം ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, കർത്താവിലേക്ക് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിക്കാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ അഥവാ കർത്താവായ യേശുവിനെ ധ്യാനിച്ചു കൊള്ളുവിനെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകി തരുന്നുണ്ട്, ദിശാബോധം നൽകി തരുന്നുണ്ട്. ആകയാൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന വിഷമസന്ധികളിൽ കർത്താവിലേക്ക് നോക്കുക. അവിടുന്ന് സഹായം നിങ്ങൾക്ക് നൽകിത്തരും. നിങ്ങളെ അവൻ കരം പിടിച്ച് വഴി നടത്തും. നിങ്ങൾക്ക് വഴികാട്ടിയായി കർത്താവ് ഉണ്ടാകും. മരണ നിഴലിന് താഴ്വരയിലും നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന കർത്താവിനെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനായിട്ട് സാധ്യമായി തീരും. രണ്ടാമത്തെ ഒരു വസ്തുത, മനസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കണമെങ്കിൽ ദൈവിക വാഗ്ദാനങ്ങളുടെ ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, വാഗ്ദാനങ്ങൾ, ദൈവവചനത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പ്രോമിസുകൾ, അതിനെക്കുറിച്ചൊരു വലിയ ബോധ്യവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ കർത്താവിൻ്റെ ദാസനായ അബ്രഹാമിന് ഈ കാര്യത്തിൽ ഒരു സന്ദേഹമുണ്ടായി.
ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് എൻ്റെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശിയായിരിക്കുന്നത് ദമ്മേശക്കുകാരനായ ആ വ്യക്തിയായിരിക്കും. ആ മനുഷ്യന് ആ ഒരു വേളയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിടറിപ്പോയി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഈ മനുഷ്യനായിരിക്കും, ദമ്മേശക്കുകാരനായ ഈ വ്യക്തിയായിരിക്കുമെന്ന് അബ്രഹാം പറയുന്നു, നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആ മനുഷ്യനെ തിരുത്തുകയാണ്, ആ മനുഷ്യനെ ഉറപ്പിക്കുകയാണ്. നിന്റെ മകൻ തന്നെ നിന്റെ എല്ലാവിധമായ സമ്പത്തുകൾക്കും ഓഹരിക്കാരനായിരിക്കും, അല്ലെങ്കിൽ അതിന് അവകാശിയായിരിക്കും എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവിക വാഗ്ദാനങ്ങളെ നമ്മൾ ഓർക്കണം, അതിനകത്ത് നാം വിശ്വസിക്കണം. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അത്യാവശ്യമാണ്. നാലാമത്തെ ഒരു വസ്തുത, കർത്താവിൽ നിന്ന് പകരപ്പെടുന്ന ധൈര്യത്തിൽ മുമ്പോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകണം. കർത്താവ് നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട്, സമാധാനം പകർന്നുകൊണ്ട്, ദൈവം നമ്മുടെ മേൽ ഫലമേൽപ്പിക്കുന്ന ദൈവിക നിയോഗങ്ങളെ ചെയ്യുവാനും അനുസരിക്കുവാനും ആ ദൈവിക നിയോഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ആ ധൈര്യത്തോടു കൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. പഴയ നിയമത്തിൽ വല്ലാത്ത പ്രയാസങ്ങളിലൂടെ ജീവിച്ചു പോന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തിയെ 2 വചനങ്ങളിൽ മാത്രമാണ് നമുക്ക് പഴയ നിയമത്തിൽ ആ വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ വ്യക്തി ദൈവസന്നിധിയിൽ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. യബ്ബേസിൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വ്യസനപുത്രൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ ഈ മനുഷ്യൻ സഹോദരന്മാരെക്കാൾ എല്ലാവരേക്കാളും മാന്യനായി ജീവിച്ചുകൊണ്ട് ഏറ്റവും വിഖ്യാതമായ ഒരു ജീവിതം തന്നെ ആ സമൂഹത്തിൽ താൻ കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയുടെ മധ്യത്തിലും തകർന്നടിയാതെ കർത്താവിൽ ആശ്രയിച്ച് മനസാന്നിധ്യത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കാം, വെല്ലുവിളികളെ അഭിമുഖീകരിക്കാം, രോഗങ്ങളെ അഭിമുഖീകരിക്കാം, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാം. ജീവിതത്തിൽ നിങ്ങൾക്ക് കടന്നു പോകേണ്ടുന്ന എല്ലാ വഴിത്താരകളിലെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കുക. ദൈവം നിശ്ചയമായും നിങ്ങളെ ശക്തീകരിക്കും, സഹായിക്കും. നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരും. കർത്താവ് ഈ സന്ദേശങ്ങളാൽ നിങ്ങളെ ആശീർവദിക്കട്ടെ.